എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബിയർ ബോട്ടിലുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതും നീല കളറുള്ള. ഈ നീല കളറുള്ള ബിയർ ബോട്ടിൽ നമ്മൾ കളയില്ല, നല്ല ഭംഗിയില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു കളറാണ് അത്. പച്ചയും അതുപോലെ ബ്രൗൺ ഒന്നും കിട്ടിയാലും അതൊന്നും അത്ര സുഖമില്ല. പക്ഷേ നീല കളർ കിട്ടിയാൽ നമ്മൾ കളയില്ല. ഞാൻ എടുത്തു വയ്ക്കും, എനിക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല കേട്ടോ. അത് വീണ്ടും സൂക്ഷിച്ച് വെക്കും, കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് വെറുതെ വെച്ചാൽ തന്നെ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ. അപ്പോൾ ഇതിലാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ. ബേസ് കോട്ടോ കളറോ ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരിപാടി. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ബട്ടൺസാണ്. ബട്ടൺസ് എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റിലൂടെ ബട്ടൺസാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്. 20 രൂപയാണ് ഈ ഒരു ഷീറ്റിന്. അതും 1 സൈഡ് സ്റ്റിക്കിംഗ് ബട്ടൺസാണ്. ഈ ഒരു ബട്ടൺസ് ഇല്ലയെന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബട്ടൺസാണോ അത് കുറച്ചെടുക്കുക. അത് നമ്മുടെ ഉടുപ്പിൽ നിന്നൊക്കെ പോയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സൂചി നൂലൊക്കെ വാങ്ങിക്കുന്ന കടയില്ലേ, അത് സ്റ്റേഷനറി കട, അത് അവിടെ തന്നെ നമുക്ക് ഈ സൂചി നൂലൊക്കെ കിട്ടുന്ന കടയിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റിൽ ബട്ടൺസ് കിട്ടും. അതും പല കളേഴ്സിലാണ്. അത് കുറച്ച് ക്രിസ്റ്റൽ ടൈപ്പ് ആണെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ആ ഒരു ബട്ടൺസ് ആയാലും മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഈ മുത്തും ഹുക്കും ഒക്കെ ഉണ്ടെങ്കിലും ഈ ബട്ടൺസ് ഒന്നുമില്ല, കൂടിപ്പോയി 1-2 എണ്ണം ഉണ്ടാവുള്ളൂ. ബട്ടൺസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ബട്ടൺസിൻ്റെ ഒരു ഷീറ്റ് എടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് 1 സൈഡ് സ്റ്റിക്കിംഗ് ബട്ടൺസ് ആണ്. പിന്നെ വേണ്ടത് നമുക്ക് അക്രിലിക് പെയിൻറ്റ് പച്ച എടുത്തിട്ടുണ്ട്, അതിനോട് ഒരു കുഞ്ഞ് ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് ബട്ടൺസ് ആണോ അത് എടുക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി പല പല കളേഴ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗി വരും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ബട്ടൺസ് വെച്ചിട്ട് നമ്മൾ ഈ കുപ്പിയിലോട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അതും ഇങ്ങനെ ഒരേ നീളത്തിൽ ഒട്ടിക്കരുത്, അവിടെ ഇവിടെ ആയിട്ട്, അതായത് കയറിയും ഇറങ്ങിയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺസ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടൺസ് ആദ്യം തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആദ്യം തന്നെ കുറച്ച് ബട്ടൺസ് ഒട്ടിക്കാം. എന്നിട്ട് ഈ ബട്ടൺസ് ഇപ്പോൾ 1 സൈഡ് സ്റ്റിക്കിംഗ് ബട്ടൺസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളും. ഇല്ലെങ്കിൽ സാധാരണ ബട്ടൺസ് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണോ ഫെവി ബോണ്ടോ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അക്രിലിക് പെയിൻറ്റ് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് തണ്ടുകൾ, അതായത് സ്റ്റെമ്മും ലീഫും വരച്ചു കൊടുക്കണം. അപ്പോൾ വരച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ വളച്ചൊക്കെ വേണം വരച്ചു കൊടുക്കാൻ കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, വളച്ച് ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുക. ചുമ്മാ ഇങ്ങനെ കുറേ തണ്ടുകൾ വരച്ചു കൊടുക്കാം. അത് ഈ ഫ്ലവറിൽ നിന്ന് മാത്രമല്ല, ഈ ബട്ടൺസിൽ നിന്ന് മാത്രമല്ല, അല്ലാതെയും കുറച്ച് തണ്ടുകൾ ഇങ്ങനെ വരയ്ക്കുക. കൂട്ടത്തോടെ ഇങ്ങനെ കുറച്ച് കൂടുതലായി പുല്ലുകൾ നിൽക്കില്ല അതുപോലെ. പിന്നെ നമുക്ക് കുറച്ച് ലീഫ് വരച്ചു കൊടുക്കണം, കുഞ്ഞു ലീവ്സ് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ചെറുത് മതി, കുഞ്ഞ് ലീഫ് മതി. അപ്പോൾ അത് കൂടുതലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി വരും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കൂട്ടുകാരെ എത്തിയിട്ടുണ്ട് ഹായ് പറയാനായിട്ട്. മാളൂസ്, നിത, മരീഷ, അംന, ഫാത്തിമ, ശരണ്യ, സെറ, മരിയ, എല്ലാവർക്കും ഒരു വലിയ ഹായ്. അപ്പോൾ എല്ലാവരും വീണ്ടും ഹായ് പറയണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക, മറക്കരുത്, പേരെടുത്ത് പറയണം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്റ്റെമ്മ് വരച്ചു കൊടുത്തിട്ടുണ്ട്, മുകളിലോട്ട് കുറച്ചും കൂടെ നീളത്തിൽ വരച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അപ്പോൾ നമ്മൾ ബട്ടൺസ് ഒട്ടിച്ചു കൊടുക്കുക, കുറച്ച് ഇലകളും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഇലകളും ആ ഒരു സ്റ്റെമ്മൊക്കെ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ഭംഗി വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ബട്ടൺസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ. ഇനി നമുക്ക് ജൂട്ട് ത്രെഡ് വെച്ചിട്ട് കഴുത്തിൻ്റെ ആ ഒരു കുറച്ച് ഭാഗം നമ്മളൊന്ന് ചുറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ, വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന. നമ്മുടെ കയ്യിൽ കുറച്ച് ബട്ടൺസ് മതി ഈ ഒരു ബ്ലൂ കളറിലെ ബോട്ടിൽ അടിപൊളിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോ, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.